നമസ്കാരം. മലയാളി വാർത്തയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ലൈവിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട എവിടെയോ കുടുങ്ങിപ്പോയി. എവിടെയല്ല കുടുങ്ങിയത്, ഇവിടെയാണ് കുടുങ്ങിയത്. സപ്ലൈകോയിലാണ് കുടുങ്ങിയത്. കുറച്ച് ദിവസമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ്. സപ്ലൈകോയിൽ സബ്സിഡി വിലയ്ക്ക് അല്ലെങ്കിൽ അരിക്ക് വില കൂടിയിരിക്കുന്നു, പഞ്ചസാരയ്ക്ക് വില കൂടിയിരിക്കുന്നു, പയറിന് വില കൂടിയിരിക്കുന്നു, പരിപ്പിന് വില കൂടിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. സാധാരണക്കാരെ ഈ ഓണം വല്ലാതെ സപ്ലൈകോ വലച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് എന്നുള്ള സത്യാവസ്ഥ അറിയാനായിട്ട് നമ്മൾ സപ്ലൈകോയിൽ വന്നിരിക്കുകയാണ്. അതുമാത്രമല്ല, കൺസ്യൂമർ ഫെഡിൽ ന്യായമായ വിലയാണെന്ന് പറയുന്നത്. ചേട്ടാ, എങ്ങനെയുണ്ട് സപ്ലൈകോയിൽ സാധനം മേടിച്ചിട്ട്? എങ്ങനെയുണ്ട്? നല്ലതാണ്. എങ്ങനെയുണ്ട് പുറമെ അപേക്ഷിച്ച് നോക്കുമ്പോൾ? വില കുറവാണ്. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ട് അരിക്ക് വില കൂടുതലാണെന്ന് പറയുന്നുണ്ട്. നോക്കുമ്പോൾ അരിക്ക് ഇവിടെ വില കുറവാണ്. പഞ്ചസാര പുറകെ 45-46 രൂപയുണ്ട്. ഇവിടെ 33 ഉള്ളൂ. അല്ല, ഈ മുൻപത്തെ അപേക്ഷിച്ച് 3 രൂപ കൂടിയെന്ന് പറയുന്നുണ്ട്. കൂടിയത് അതെന്ന് വെച്ചാൽ ടാക്സും GST കൂടിയില്ലേ, അതിൻ്റെ അതിൽ അങ്ങനെ കൂടിയേക്കണേണ്. അല്ലാണ്ട് ഈ മേഖലയെ പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് എന്ന് പറയുന്നുണ്ട്. മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ഈ മേഖലയെ പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് കുറച്ച് വില കൂട്ടിയതെന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റി എനിക്ക് കറക്റ്റ് അറിയില്ല. ഓക്കെ, നമ്മൾ സപ്ലൈകോയിൽ നമസ്കാരം. മലയാളി വാർത്ത ലൈവിലേക്ക് സ്വാഗതം. ഇവിടുത്തെ മാനേജറാണ് അല്ലേ? സപ്ലൈകോയിലെ മാനേജറാണ്. നമുക്ക് എങ്ങനെയുണ്ട് ഈ തവണത്തെ സപ്ലൈകോയിലെ കച്ചവടമൊക്കെ? എങ്ങനെയുണ്ട്? സപ്ലൈകോയിലെ കച്ചവടം താരതമ്യേന വളരെ കൂടുതലാണ്. പലപ്പോഴും ഇവിടെ ഷോപ്പ് ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ സാധാരണ പ്രവൃത്തി സമയങ്ങളിനേക്കാൾ കൂടുതൽ സമയം എടുക്കാറുണ്ട്. രാവിലെയും നല്ല തിരക്കാണ്. സാധനങ്ങളെല്ലാം അത്യാവശ്യമായിട്ട് സ്റ്റോക്കുണ്ട്. ഇന്നിവിടെ താലൂക്ക് ഫെയറിൻ്റെ ഇനാഗുറേഷനാണ് വൈകുന്നേരം. അത്യാവശ്യ സാധനങ്ങളിൽ എത്തിയിട്ടുണ്ട്. ഇനി ഒരു ഐറ്റം ഒരു അരമണിക്കൂർ വരുമ്പോൾ അടുത്ത ലോഡും കൂടി ഇങ്ങോട്ടേക്ക് എത്തുന്നതാണ്. ബാക്കി എനിക്ക് തോന്നുന്നു 2-3 ദിവസം മുമ്പ് വാർത്തയിലൊക്കെ കണ്ടിരുന്നു. കൺസ്യൂമർ അതായത് സപ്ലൈകോയിൽ സാധനമില്ല, ഈ പറയുന്നത് പോലെ വില കൂടുതലാണ്. സാധാരണക്കാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ താരതമ്യേന വില കൂടുതലാണെന്ന് പറയുന്നു. 6 രൂപ കൂടിയിരിക്കുന്നു. അരിക്ക് 3 രൂപ പഞ്ചസാര കൂടിയിരിക്കുന്നു. ഒരു കിലോ അല്ലെങ്കിൽ തുമരപ്പരിപ്പിന് വില കൂടിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. ശരിയാണോ? ഇതിപ്പോൾ സാധനങ്ങൾ എത്തുന്നതിന് മുമ്പ് ഞാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്നും കഴിഞ്ഞ മാസം വാങ്ങിയപ്പോൾ എനിക്ക് പഞ്ചസാര കിട്ടിയത് 50 രൂപയ്ക്കാണ്. ഇപ്പോൾ 33 രൂപ എന്ന് പറയുമ്പോഴത്തേക്ക് കമ്പാരിറ്റീവ്ലി ആ ഒരു വിലയുടെ വ്യത്യാസം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടോ? 46-47 രൂപയ്ക്കാണ് ഇവിടെ സാധാരണ ഒരാൾ പരിസരത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങുന്നത്. അതായത് സാധാരണ ഇതിൽ നിന്ന് ഒരു 30% കുറവാണ് നമ്മൾ സപ്ലൈകോയിൽ വന്ന് വാങ്ങുമ്പോൾ. അതിന് മാത്രമല്ല, പൊതുവിപണി കിട്ടുന്ന എല്ലാ ഐറ്റത്തിനും 30%, 25 മുതൽ 30% വിലക്കുറവാണ്. അതുമാത്രമല്ല, നമ്മൾ 2 മണി മുതൽ 4 മണി വരെ ഡീപ്പ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നൊരു ഓഫർ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ടൈമിന് എല്ലാ നോൺ മാവേലി സാധനങ്ങൾ, പേസ്റ്റ്, സോപ്പ്, അങ്ങനെ എന്ത് സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാലും വിലക്കുറവിനേക്കാൾ എഗെയിൻ 10% കൂടി എക്സ്ട്രാ അവർക്ക് കുറവ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ബാക്കിയുള്ള വാർത്തകളൊക്കെ ആരോ പടച്ചുവിടുന്നതാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മുടെ അനുഭവമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ കസ്റ്റമേഴ്സിനോട് നമുക്ക് ചോദിക്കാം. അതായത് നമ്മൾ 2 ദിവസമായിട്ട് മാധ്യമങ്ങളൊക്കെ കേൾക്കുന്ന ഒരു കാര്യമാണ്, വില കൂടുതലാണ്, ആവശ്യ സാധനങ്ങളില്ല, കടല മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള സബ്സിഡി നിരക്കിലുള്ള സാധനങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നത്. നമുക്കൊന്ന് ഉള്ളിലേക്ക് കയറാമല്ലോ? കുഴപ്പമില്ല, ആളോട് ചോദിക്കാമല്ലോ. ഓക്കെ, ചോദിക്കാം. ചേട്ടാ, നമസ്കാരം. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഈ ഓണം നമ്മൾ അടിപൊളിയാക്കും. അപ്പൊ ഈ വാർത്തയിലൊക്കെ കേൾക്കുന്നത് സത്യമാണോ? അധികം കാര്യമായിട്ടൊന്നും കേട്ടില്ല. വാർത്ത കാണാറില്ല അല്ലേ? ഇനി എല്ലാ ദിവസവും വാർത്ത കണ്ടോ മലയാളി വാർത്തയിലൂടെ? ഓക്കെ, ഇവിടെ ചേട്ടനുണ്ട്. ചേട്ടാ, നമസ്കാരം. പേരെന്താ? വാർത്ത കേൾക്കുന്ന ആളല്ലേ? വാർത്ത കേൾക്കുന്ന ആളാണ്. കേൾക്കുന്ന ആളാണ്. ഓക്കെ, 2-3 ദിവസമായിട്ട് നമ്മൾ കേൾക്കുന്നു സപ്ലൈകോയിൽ സാധനമില്ലെന്ന് പറയുന്നു. ആരാ പറഞ്ഞു വരുത്തിയത്? അത് സപ്ലൈകോയുടെ പൊതു ഓപ്പൺ മാർക്കറ്റ് ആൾക്കാരൊക്കെ തന്നെയായിരിക്കും പറഞ്ഞു വരുത്തിയത്. ഇവിടെ എല്ലാ സാധനവും ഉണ്ട്. ഓണത്തിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഓണത്തിനുള്ള എല്ലാ സാധനങ്ങളും ആയിട്ടുണ്ട്. പൊതുവിപണിയേക്കാളും വില കുറവുണ്ട്. വില കുറവുണ്ട്. അത് സമ്മതിക്കേണ്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ മന്ത്രി പറഞ്ഞു ഈ മേഖലയെ പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് നമ്മൾ എന്താ പറയുക കുറച്ച് വില കൂട്ടിയതെന്ന് പറയുന്നുണ്ടായിരുന്നു അല്ലേ? അത് സത്യമാണോ? കാരണം നമ്മൾ വാങ്ങുന്ന പൊതുവിപണിയേക്കാൾ എന്തുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും ലാഭമാണ്. തീർച്ചയായിട്ടും ലാഭം തന്നെയാണ്. അതിപ്പോൾ ഇവിടുത്തെ തിരക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം രാവിലെ ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നത് കഴിഞ്ഞു. ഉച്ചയ്ക്ക് ഈ ഒരു ടൈമിൽ മാത്രമാണ് ജനങ്ങൾ ഇത്തിരി കുറച്ച് വരുന്നത്. വൈകുന്നേരം 2 മണി കഴിയുമ്പോഴത്തേക്കും എഗൈൻ വീണ്ടും നല്ല തിരക്ക് തന്നെ. അത് രാത്രി 8-8:15 വരെ ഈ ഒരു തിരക്ക് തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങൾ കണ്ടൊരു കാര്യമാണ് കൺസ്യൂമർ ഫെഡ് ഓണച്ചന്ത മാതൃകയാവുന്നു എന്ന് പറയുന്നു. സപ്ലൈകോ വില കൂട്ടുന്ന സമയത്ത് ഇതേ സാധനം തന്നെ ന്യായമായ വിലക്ക് വിൽക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കൺസ്യൂമർ ഫെഡിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമുക്കറിയില്ല. നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന രീതി അനുസരിച്ചിട്ടാണ് പൊതുവേ. കാരണം ഞാൻ എൻ്റെ അനുഭവം തന്നെ പറഞ്ഞു. ഇവിടെ സാധനം വരുന്നതിന് മുമ്പ് ഞാൻ വാങ്ങിയിരുന്നത് 50-52 രൂപയ്ക്കാണ് പുറത്ത് പഞ്ചസാര വാങ്ങുന്നത്. തുവരപ്പരിപ്പ് 130-140 രൂപയാണ്. അതേപോലെ പയറെടുത്ത് കഴിഞ്ഞാൽ 170-180 രൂപയാണ്. അപ്പോൾ അതുപോലെ പൊതുജനങ്ങളുടെ അഭിപ്രായം, അതുപോലെ തിരക്ക് ഇത്രയും കൂടി വരണമെങ്കിൽ തന്നെ ആൾക്കാർ പോയി അഭിപ്രായം ഉണ്ടെങ്കിൽ അടുത്ത ദിവസം അടുത്ത ആൾക്കാർ വീണ്ടും വരികയുള്ളൂ. എന്തൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വാർത്തയിലൊക്കെ 2-3 ദിവസമായിട്ട് കണ്ടു. കോഴിക്കോട് സപ്ലൈകോയിൽ സാധനമില്ല എന്ന് പറയുന്നു. ആകെ വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ എന്ന് പറയുന്നു. പക്ഷേ ഇതാ പഞ്ചസാര 1 കിലോ 37, ചെറുപയർ 1 കിലോ 96, കടല 1 കിലോ 73, ഉഴുന്ന് 1 കിലോ 99, വൻപയർ 79. എന്താണ്? ഓക്കെ ഇതല്ല ചെറുപയർ 90-ലെത്തിയിരിക്കുകയാണ്. ഓക്കെ, 95-ൽ നിന്ന് 5 രൂപ കുറഞ്ഞു.
5 രൂപ കുറഞ്ഞിരിക്കുകയാണ്, 95 നിന്ന് 5 രൂപ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കൃത്യം ഉച്ച സമയത്താണ് സപ്ലൈകോയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പൊള്ളയായ വാർത്തകളാണ്. സാധനം വന്നു കഴിഞ്ഞു, സാധനം വന്ന് ആളുകൾ വരുന്നുണ്ട്. ഓണവിപണി ഉഷാറാണ്. ഇവിടെ താലൂക്ക് ഫെയർ ഇനാഗുറേഷൻ ആണ്. ഞങ്ങൾ തന്നെ ജില്ലാ ഫെയർ ഓൾറെഡി 3-4 ദിവസം കൊണ്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അവിടുത്തെ തിരക്ക് നിങ്ങൾ പോയി ചെന്ന് മറൈൻ ഡ്രൈവിൽ ചെന്ന് നിങ്ങൾക്ക് നേരിട്ട് കാണാവുന്ന കാര്യമാണ്. അത്രത്തോളം ജനത്തിരക്കാണ് എല്ലാ സ്ഥലങ്ങളിലും. ഓക്കെ, അപ്പോൾ ഈ വാർത്തയൊക്കെ വെറുതെ കള്ളത്തരമാണ്, അല്ലെങ്കിൽ ആളുകൾ വരുന്നുണ്ട്, ആളുകൾ സാധനം വാങ്ങുന്നുണ്ട് എന്ന കാര്യങ്ങൾ എപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എപ്പോഴും ജനശ്രദ്ധ കൂടുതലായിരിക്കും. ഓക്കെ, നമ്മൾ നെഗറ്റീവ് ആണെന്ന് പറയുന്ന കുറെ ആളുകളുടെ ബൈറ്റൊക്കെ കണ്ടു. അതായത് സാധാരണക്കാരൻ നടുവൊടിക്കുന്ന രീതിയിലാണ് സപ്ലൈകോ ഇപ്രാവശ്യം സാധനങ്ങൾ വിൽക്കുന്നത്. മറിച്ച് ഇതേപോലെ തന്നെ കൺസ്യൂമർ ഫെഡിൽ ന്യായമായ വിലയിൽ ഇതേ സാധനം തന്നെ ന്യായമായ വിലയിലാണ് അവർ ഓണച്ചന്തയിൽ ന്യായമായ വിലയിലാണ് വെക്കുന്നത്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ മാധ്യമങ്ങളിൽ കാണാറുണ്ടല്ലോ കമ്പാരിറ്റീവ് പ്രൈസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു ഓണ വിപണിയിൽ ചെന്ന് കഴിഞ്ഞാൽ 1000 രൂപ, ഒരു 1000 രൂപയ്ക്കുള്ളിൽ 1200 രൂപയ്ക്കുള്ള എല്ലാ സാധനം വാങ്ങുന്നത് അതേ സാധനം പുറത്ത് 2500-2300 നമുക്ക് വാങ്ങാൻ പറ്റുന്നത്. വ്യക്തമായിട്ട് 2 വിലയെടുത്ത് താരതമ്യം ചെയ്താൽ മാധ്യമങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമേ ഉള്ളൂ. ഓക്കെ, പൊതുവിപണിയിലെ വില നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സപ്ലൈകോ ആയിട്ട് നോക്കുമ്പോൾ താരതമ്യേന നോക്കുമ്പോൾ സപ്ലൈകോ നമുക്ക് സാധാരണക്കാരന് ലാഭമാണ്. നടുവൊടിക്കുന്നതല്ല, പൊതുവിപണിയാണ് നടുവൊടിക്കുന്നത്. പൊതുവിപണി തന്നെയാണ് നടുവൊടിക്കുന്നത്, സപ്ലൈകോ നടുവൊടിക്കുന്നില്ല. അപ്പോൾ ഈ വാർത്തകളൊക്കെ പടച്ചുവിടുന്ന മാധ്യമങ്ങളോട് ഒരു ചേട്ടൻ ഓണത്തിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ചേട്ടൻ ഓണത്തിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചില്ലേ? എങ്ങനെയുണ്ട് സപ്ലൈകോ? സപ്ലൈകോ സാധനം മേടിച്ചിട്ട് വീണ്ടും പഴയ പോലെ തന്നെ അവരായി തുടങ്ങി, പഴയ പോലെ ആയിട്ടുണ്ട്. അപ്പൊ ഈ വാർത്തകളൊക്കെ എന്തിനാണ് ന്യൂസ് ചാനലുകൾ പടച്ചുവിട്ടത്? അതിപ്പോ നമ്മൾ എന്ത് പറയാനാ? പക്ഷേ സത്യം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സപ്ലൈകോയിൽ വരണം. അപ്പൊ ഈ വാർത്തകളൊക്കെ വെറുതെ പടച്ചുവിട്ടതാണ് ആയിരിക്കാം. ഓക്കെ, ചെറുപയറും തുമരപ്പയറും അരിയൊക്കെ മേടിച്ചു, പഞ്ചസാരയൊക്കെ മേടിച്ചു, ന്യായമായ വില തന്നെയാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ വാർത്തകൾ പടച്ചുവിടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന സമയമാണ്, ഉച്ച സമയത്തും ഇവിടെ തിരക്കുണ്ട്, ആളുകൾ വരുന്നുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നമ്മൾ പറയുന്നുണ്ട് അരിക്ക് വില കൂടി. 2-3 ദിവസമായിട്ട് വാർത്തകളിൽ അനാവശ്യമായിട്ടുള്ള വില വർധനവിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് പറഞ്ഞ് പരത്തുന്നത്. പക്ഷെ ഇതൊന്നും സത്യമല്ല എന്നുള്ളത് നമുക്ക് ഈ തിരക്ക് കാണുമ്പോൾ അറിയാൻ കഴിയും. കണ്ടില്ല, ഇവിടുത്തെ ഒരു തിരക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എല്ലാവരും സാധനം മേടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഓണച്ചന്ത അല്ലെങ്കിൽ ഓണത്തിൻ്റെ കച്ചവടം വളരെ വലിയ രീതിയിൽ തന്നെ പൊടി പൊടിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള വാർത്തകൾ വളച്ചൊടിക്കപ്പെടുന്നില്ലേ വലിയ രീതിയിൽ? തീർച്ചയായിട്ടും. കാരണം എന്തെങ്കിലും ഇത്ര ഒരു പബ്ലിസിറ്റി കിട്ടുന്ന രീതിയിൽ നോക്കുമ്പോൾ ജനങ്ങളത് ഭയങ്കരമായിട്ട് ആ ഒരു രീതിയിൽ ഇപ്പം നെഗറ്റീവായിട്ട് ന്യൂസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വ്യൂവേഴ്സ് അതിന് കൂടുതലായിരിക്കും. ഇന്നത് സംഭവിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഇന്ന കാര്യം നടക്കാൻ പോകുന്നു പറയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കുന്ന പറയാനുള്ള വ്യൂവേഴ്സ് പൊതുവെ കുറവായിരിക്കും. ഇപ്പോൾ നമ്മളാണെങ്കിൽ പോലും ഒരു ക്രിട്ടിസൈസ് ചെയ്യുന്ന ന്യൂസ് ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അത് നല്ല രീതിയിലാണ് ഒരു കാര്യം പോകുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ജനശ്രദ്ധ പുറകിലേക്ക് പോകും. അപ്പോൾ കുറേയൊക്കെ കുക്കടപ്പ് സ്റ്റോറീസ് തന്നെയാണ്. അതിൻ്റെയൊക്കെ ഉദാഹരണം ഞങ്ങൾ തന്നെയാണ്. ഇതൊക്കെ പടച്ചുവിടുന്ന വാർത്തകളാണ്. കണ്ടില്ല, മേടിച്ചുകൊണ്ട് പോകുന്ന ആളുകൾക്ക് പരാതിയില്ല, അല്ലാതെ പരാതി പറയുന്ന ആളുകളുടെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടു അല്ലേ? അതൊന്നും സത്യമല്ല. വളരെ കംഫർട്ടബിൾ ആണ്, ആവശ്യത്തിന് സാധനങ്ങൾ നിറയുണ്ട്. ഇനി ഓണം കഴിഞ്ഞ് കഴിഞ്ഞാലും കുറെ കാലത്തേക്ക് തന്നെ നമുക്കിപ്പോൾ സാധനങ്ങൾ ഇപ്പൊ തന്നെ നമ്മൾ സംഭരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതല്ലാതെ നമ്മൾ 10% ഇത് കൊടുക്കുന്നുണ്ടല്ലേ, ഡീപ്പ് ഡിസ്കൗണ്ട് ഓഫർ. അതിന്റെ ഇപ്പൊ ബാനർ എത്തിയിട്ടുണ്ട്. അതിപ്പോ ഇപ്പൊ തന്നെ ഒട്ടിക്കും. അത് ഉച്ചയ്ക്ക് 2 മണി മുതൽ 2 മണി മുതൽ 4 മണി വരെയാണ്. അതിപ്പോൾ അതുപോലെ തന്നെ താലൂക്ക് ഫെയർ ഇനാഗുറേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതിന് വന്നു കയറുന്ന ഒരാൾക്ക് 100 രൂപയ്ക്കുള്ള സാധനം ആ ഒരു ടൈമിൽ വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ 85 രൂപ ഉണ്ടാവുള്ളൂ. 15 രൂപ ലാഭമാണ്. സാധാരണക്കാരന് 15 രൂപ ലാഭം എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് അല്ല? അപ്പൊ ഡീപ്പ് ഫെയർ അല്ലേ? ഡീപ്പ് ഡിസ്കൗണ്ട്. ഓക്കെ, ഡീപ്പ് ഡിസ്കൗണ്ട്. സാധാരണ 10 രൂപയ്ക്ക് 100 രൂപയുടെ സാധനം 90 കിട്ടുന്നെങ്കിൽ ഈ ടൈം ആകുമ്പോൾ എഗെയിൻ നമുക്ക് 10% അല്ലെങ്കിൽ 8-9 രൂപ വീണ്ടും കുറയാണ്. അതിനകത്ത് ഒരു 10-15 രൂപ കുറഞ്ഞാൽ നമുക്കത് ലാഭമല്ലേ? അപ്പോൾ സപ്ലൈകോയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഡീപ്പ് ഡിസ്കൗണ്ട് അല്ലേ? ഓക്കെ, അതായത് 10% ആ ബാനർ എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ വാർത്തകളൊക്കെ നമ്മൾ ഒരു വാർത്ത ചെയ്യുമ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളും കൂടി തീർച്ചയായിട്ടും റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, എന്നും നമ്മളിപ്പോൾ പല ആളുകൾ സപ്ലൈകോയിൽ പോയി ജനങ്ങളായിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ അവിടുത്തെ കസ്റ്റമേഴ്സിനോടൊക്കെ സംസാരിക്കുന്നു നമ്മൾ കണ്ടു. പക്ഷേ ഒരു മാധ്യമവും സപ്ലൈകോയിലെ മാനേജർമാരോട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടില്ല. അവർ സത്യസന്ധമായിട്ടുള്ള കാര്യം അവർ തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. എല്ലാ സാധനങ്ങളില്ല എന്നൊക്കെ 2 ദിവസമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അരിയുണ്ട്, കടലയുണ്ട്, പരിപ്പുണ്ട്, പയറുണ്ട്, ചെറുപയറുണ്ട്, മുളകുണ്ട്, മല്ലിയുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അദ്ദേഹം ആ ഒരു ബാനർ എടുക്കാൻ പോയിരിക്കുകയാണ്. ഡീപ്പ് ഡിസ്കൗണ്ടിൻ്റെ ബാനർ എടുക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ മലയാളി വാർത്ത എന്നും സത്യത്തിനോടൊപ്പം മാത്രം നിൽക്കുന്ന ഒരു ചാനലാണ്, സത്യത്തിനധിഷ്ഠമായി മാത്രം വർക്ക് ചെയ്യുന്ന ഒരു ചാനലാണ്. അപ്പോൾ നമുക്കറിയാം, തീർച്ചയായിട്ടും കുറേ ദിവസമായിട്ട് മാധ്യമങ്ങളിൽ അനാവശ്യമായിട്ടുള്ള വാർത്തകൾ കേൾക്കുന്നു. ഈ പറയുന്ന പോലെ കൺസ്യൂമർ ഫെഡുമായിട്ട് താരതമ്യേന വില കൂടുതലാണെന്ന് പറയുന്നു. പക്ഷേ പൊതുവിപണിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ സപ്ലൈകോയിൽ 30% വില കുറവാണ്. അപ്പോൾ ഇത് ബാനറാണല്ലേ? ഈ ബാനറിനെ പറ്റിയൊന്നും ആരും സംസാരിച്ച് നമ്മൾ കേട്ടില്ല അല്ലെ? അതായത് സപ്ലൈകോ വില കൂട്ടി, 3 രൂപ കൂട്ടി, പഞ്ചസാരയ്ക്ക് 6 രൂപ കൂട്ടി, അരിക്ക് 10 രൂപ കൂട്ടി എന്നൊക്കെ പറയുമ്പോൾ
എന്തുകൊണ്ട് ഡീപ്പ് ഡിസ്കൗണ്ട് ഹവേഴ്സിനെ പറ്റി സംസാരിച്ചില്ല? ആരും ഈ കാര്യം എന്തുകൊണ്ട് പറഞ്ഞില്ല? നമ്മൾ ഒരു കാര്യത്തിന്റെ നെഗറ്റീവ് മാത്രം പറയാതെ പോസിറ്റീവ് വശം കൂടി പറയണം അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഡീപ്പ് ഡിസ്കൗണ്ട് ആണ് സാധാരണക്കാരൻ, അതായത് 2 മണി മുതൽ 4 മണി വരെയാണ്. നോക്കിയേ, ഫ്രം 2 PM to 4 PM. ഇത് സാധാരണക്കാരന് ഉപകാരം ചെയ്യുന്നതാണ്. 15 രൂപ 3-4 ദിവസങ്ങളായിട്ടുണ്ട് ഇപ്പൊ ഡീപ്പ് ഡിസ്കൗണ്ട് ഓഫേഴ്സ് വന്നു. ഇതൊന്നും ഒരു ചാനലും പറഞ്ഞത് കേട്ടില്ലല്ലോ. അതാണ് അതെന്താണ് ഇത്? ജനങ്ങളുടെ മാക്സിമം ഞങ്ങൾ തന്നെ പബ്ലിസിറ്റി കൊടുക്കുവാണ്. പരമാവധി അറിഞ്ഞ ആ ടൈമിൽ തന്നെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ആ ടൈം നോക്കി പർച്ചേസിനേക്ക് മാറ്റി വെക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, മലയാളി വാർത്ത എക്സ്ക്ലൂസീവ് ആണ് കേട്ടല്ലോ. മലയാളി വാർത്ത എക്സ്ക്ലൂസീവ് ആണ്. സപ്ലൈകോയിൽ 2 മണി മുതൽ 4 മണി വരെ നിങ്ങൾക്ക് ഡീപ്പ് ഡിസ്കൗണ്ട് ഹവേഴ്സ് നടക്കുന്നുണ്ട്. അതായത് നിങ്ങളൊരു 100 രൂപയുടെ സാധനം മേടിച്ചാൽ ഒരു 85 രൂപ അല്ലേ, 85 രൂപ കുറഞ്ഞു കിട്ടും. ആ ഒരു നിശ്ചിത സമയത്താണ്, 2 മണിക്കൂറാണ്. കാരണം ഇപ്പോഴും തിരക്കുണ്ട്. സപ്ലൈകോ വില കൂടിയെന്ന് പറഞ്ഞിട്ടും ആള് വരുന്നുണ്ടല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ കേട്ട വാർത്തകളെല്ലാം സത്യമാകണമെന്നില്ല അല്ലേ? തീർച്ചയായിട്ടും മാനേജർ നമ്മളോട് ഇത്ര നേരം സഹകരിച്ചു, സമയം തന്നു. എന്താണ് മലയാളി വാർത്തയുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? കാരണം സത്യം ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങളല്ലേ? ജനങ്ങൾ ഇവിടെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഇപ്പോൾ ഇവിടെ തന്നെ തിരക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 4-5 ദിവസങ്ങളായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരുണ്ട്. ഇന്നിപ്പോൾ ഫെയറിന് വേണ്ടിയിട്ട് ബാക്കി ഇല്ലാതിരിക്കുന്ന എന്തെങ്കിലും ഒരു ഐറ്റം ആണെങ്കിൽ തന്നെ അത് ഇന്നത്തോടെ തന്നെ എത്തി. നമുക്ക് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ജനങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാം. അതുപോലെ വൈകുന്നേരങ്ങളിൽ പലപ്പോഴും ഞങ്ങൾ ക്ലോസ് ചെയ്യുന്ന സമയം തന്നെ 8:15, 8:20, 8:30 ആവും. അത്രത്തോളം തിരക്ക് വരാറുണ്ട്. സാധനങ്ങളില്ലെങ്കിൽ ഒരിക്കലും ആൾക്കാർ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ആരും വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ആളുണ്ട് അല്ലേ? ഓക്കെ, ഇവിടെ അമ്മേ ഓണറിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചോ? അമ്മേ നമസ്കാരം. പേരെന്താ മേഡം? ഓക്കെ, ആ ചേച്ചിയുടെ പേരെന്താ? ചേച്ചി എങ്ങനെയുണ്ട്? സപ്ലൈകോയിൽ നിന്ന് വാങ്ങിച്ചിട്ട് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇപ്പോൾ വാർത്തയിൽ കേട്ടതൊക്കെ എന്താ സംഭവം? വെറുതെ പറഞ്ഞാണ്. ആളുകൾക്ക് എന്താ പറയാൻ പറ്റാത്ത അല്ലേ? ആർക്കും ആരെ പറ്റിയും എന്തിനെ പറ്റിയും ആരോപണങ്ങൾ ഉന്നയിക്കാവുന്ന ഒരു വലിയ കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുന്നു. അപ്പോൾ സപ്ലൈകോയിൽ തിരക്കില്ല, ആളില്ല, സാധനമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മളത് സത്യസന്ധമായിട്ട് അറിയേണ്ടതാണ്. മലയാളി വാർത്ത എന്നും സത്യത്തിൻ്റെ കൂടെ സത്യത്തിൻ്റെ ഒപ്പം നിലനിൽക്കുന്ന ഒരു ചാനലായതുകൊണ്ട് തന്നെ നമ്മൾ സപ്ലൈകോയിൽ, ആലുവയിലെ സപ്ലൈകോയുടെ ഓഫീസിൽ പോയി അവിടുത്തെ കസ്റ്റമേഴ്സിനോടും മാനേജർമാരോടൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും കേട്ട വാർത്തകൾ എല്ലാം സത്യമാകണമെന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഡീപ്പ് ഡിസ്കൗണ്ട് ഹവേഴ്സിനെ പറ്റിയൊക്കെ പറഞ്ഞു. 2 മണിക്കൂർ മുതൽ 2 മണി തൊട്ട് 4 മണി വരെയാണ്. വെറും 2 മണിക്കൂറേ ഉള്ളൂ. നിശ്ചിതമായ 2 മണിക്കൂറിനുള്ളിൽ സാധനം പർച്ചേസ് കഴിഞ്ഞാൽ ഒരു 10% കൂടി കുറച്ച് കിട്ടുന്നത് വലിയ കാര്യമല്ല. ആ കാര്യം കൂടി മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിക്കണം എന്നുള്ളതും ഒരു സത്യസന്ധമായ മാധ്യമധർമ്മം എന്ന് പറയുന്നതാണ്. സത്യസന്ധമായ കാര്യം കൂടി നമ്മൾ ആളുകൾ അറിയിക്കണം എന്നുള്ളതും മാധ്യമധർമ്മമാണ്. അപ്പോൾ എന്തായാലും മാവേലി നാട് വാണിടും കാലം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. അപ്പോൾ എന്തായാലും എല്ലാവരും സന്തോഷത്തോടെ തന്നെ ആമോദത്തോടെ സന്തോഷമായിട്ട് തന്നെ ഈ ഓണം ആഘോഷിക്കട്ടെ. എന്തായാലും സാധാരണക്കാരൻ്റെ നടുവ് ഒടിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വാർത്തയിലൂടെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, പൊതുവിപണിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 30% കുറവാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിനുള്ള തിരക്ക് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. നമ്മളിവിടെ വന്നിട്ടും സപ്ലൈകോയിൽ സാധനമില്ല, വില കൂടുതലാണെന്ന് പറഞ്ഞിട്ടും ആൾ വന്നു പോകുന്നുണ്ട് എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ മലയാളി വാർത്തയുടെ ലൈവ് അവസാനിപ്പിക്കാനുള്ള സമയമായി. തീർച്ചയായിട്ടും തിരക്ക് കൂടി വരികയാണ് ഇവിടെ. എന്തായാലും നമ്മുടെ ഇത്ര നേരം നമ്മുടെ മാനേജർ സഹകരിച്ചു. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും വന്ന സമയം മുതൽ ഈ സമയം വരെ എന്താണ് എന്നുള്ളത്, അതായത് ജനങ്ങൾ കേൾക്കുന്ന വാർത്ത എന്താണെന്നുള്ള അദ്ദേഹം കറക്റ്റായിട്ട് പോയിന്റ് ടു പോയിന്റ് ആയിട്ട് പറഞ്ഞു തന്നു. എന്തായാലും ഈ ഒരു ലൈവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. പിന്നെ ഡീപ്പ് ഡിസ്കൗണ്ട് ഹവേഴ്സിൻ്റെ കാര്യം മറക്കണ്ട. 2 മണി മുതൽ 4 മണിയാണ്. വേഗം ഇങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ലൈവ് അവസാനിപ്പിക്കാനുള്ള സമയമായി. ക്യാമറമാൻ രാജീവ് ആയപ്പറമ്പിനോടൊപ്പം ആദ്യം നാരായണൻ.